നമ്മളിൽ പലർക്കും ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ നടുവിനാണ് പ്രശ്നം എന്നാണ് നമ്മൾ കരുതാറ്. മിക്കവാറും അത് കറക്റ്റായിരിക്കും. എന്നാൽ എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര വിശ്രമിച്ചിട്ടും വേണ്ടത്ര മാറ്റം കാണുന്നില്ല. അപ്പം നമ്മൾ ആലോചിക്കും, ശരിക്കും നമുക്ക് നടുവിന് തന്നെ ആണോ വേദന, അതോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റെവിടെയെങ്കിലാണോ? അത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് മസിൽസ് ആണ് നമ്മുടെ ഗ്ലൂട്ട്സ് അഥവാ ബട്ടക്സ് മസിൽസ്. ഇവിടെ ഒരു 3 സെറ്റ് ഓഫ് പവർഫുൾ മസിൽസ് ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. ഇത് നമ്മളെ നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒരുപാട് നേരം നിൽക്കാനും ഒക്കെ ശക്തിപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. എന്നാൽ എല്ലാ ഗ്ലൂട്ട് മസിൽസ് പ്രശ്നങ്ങളും നടുവേദനയ്ക്ക് കാരണമല്ല. പക്ഷേ ഗ്ലൂട്ട് മസിൽസിൻ്റെ ബലക്കുറവ് കാരണവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ബാക്ക് പെയിന് ഒരു കാരണമായേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഗ്ലൂട്ട് മസിൽ എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ഈ 4 എക്സസൈസ് വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഞാൻ ഷാദിയ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. ആദ്യം തന്നെ ഇതുപോലെ കിടക്കാം. എന്നിട്ട് 2 മുട്ടും മടക്കി വെക്കാം. എന്നിട്ട് നടു ഒന്ന് പൊന്തിക്കാം. എന്നിട്ട് ഈ ബട്ടക്സ് ആ ബട്ടക്സിൻ്റെ ഭാഗം ഒന്ന് നിങ്ങൾ സ്ക്വീസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. ഒന്നും കൂടെ ചെയ്യാം. കാലുമുട്ട് മടക്കാം, നടു പൊന്തിക്കുക, ആ ബട്ടക്സ് ഒന്ന് സ്ക്വീസ് ചെയ്ത് പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. ഇതാണ് നിങ്ങളെ ഫസ്റ്റത്തെ എക്സസൈസ്. ഇത് ഒരു 10 എണ്ണം വെച്ചിട്ട് നമ്മൾ 10 സെക്കൻഡ് എണ്ണ, എന്നിട്ട് പിന്നെ 10 തവണ ചെയ്യാം ഈ ഒരു എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് നിങ്ങൾ ചെരിഞ്ഞ് കിടക്കാം. ചെരിഞ്ഞെണ്ണം. എന്നിട്ട് കൈമുട്ട് ഇങ്ങനെ വെക്കാം. ഈ മുട്ടൊന്ന് ഈ ഹിപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, 2 മുട്ടും മടക്കാം. ഈ കാലൊന്ന് പുറത്തേക്കാക്കാം, ഉള്ളിലേക്കാക്കാം. 1 2 3 4 5. അതന്നെ തിരിച്ചിങ്ങോട്ടേക്കും ചെയ്യാം. ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് കിടക്കാം. കൈ തലൻ്റെ അവിടെ വയ്ക്കാം. എന്നിട്ട് ഈ കൈ ഒന്ന് ഹിപ്പിൻ്റെ അവിടെ വെക്കുക. ഹിപ്പിൻ്റെ അവിടെ വെക്കുന്ന ഒന്നുമല്ല, നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഈ കാലം അടുപ്പിച്ച് വയ്ക്കുക അവിടെ ടോസിൻ്റെ അവിടെ. എന്നിട്ട് മുട്ടൊന്ന് പുറത്തേക്കാക്കാം. 1 2 3 4 5. ഇതും 10 തവണ ആയിട്ട് ചെയ്യാം. 2 സൈഡും 10 തവണ ആയിട്ട് ചെയ്യാം. ഇനി അടുത്തത് മലർന്ന് കിടക്കാം. മുട്ട് 2 മടക്കാം, നടു പൊന്തിക്കാം. എന്നിട്ട് ഒരു റൈറ്റ് കാല് ഒന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക. ഇത്ര. ഇത് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. മറ്റേ ഫസ്റ്റത്തെ 2 എക്സസൈസ് ഓക്കെ ആയിട്ട് 3ാമത്തെ എക്സസൈസിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ഇതും ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് പിടിച്ചാൽ മതി. ഒന്നും കൂടെ ചെയ്തോ. പൊക്കി വെക്കുക. എന്നിട്ട് 1 2 3 4 5 റിലാക്സ്. ഇതന്നെ മറ്റേ സൈഡും ചെയ്യാം. ആദ്യം നടു പൊക്കുക, എന്നിട്ട് പിന്നെ ലെഫ്റ്റ് കാല് പൊക്കുക. ഇത്ര പൊക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മറ്റേ മുട്ടിൻ്റെ അതേ ലെവലിൽ പൊക്കിയാൽ മതി. 1 2 3 4 5 റിലാക്സ്. ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. പൊക്കിക്കേ. ഇതിന് 1 2 3 4 5 റിലാക്സ്. ഇത്രയേ ഉള്ളൂ. 3ാമത്തെ എക്സസൈസ് ഇതുപോലെ നിൽക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചെയറോ എന്തെങ്കിലും ഒന്ന് ബെഡോ എന്തെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്യുക, അങ്ങോട്ടേക്ക് ലീൻ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇടത്തെ കാലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടത്തെ കാലൊന്ന് ബാക്കോട്ടേക്ക് ആക്കുക. ശ്രദ്ധിക്കണം, ഇത് സാധാരണ പോലെ ബാക്കോട്ടേക്ക് ആക്കി വലിക്കുന്നതല്ല. നമ്മുടെ ഈ ബട്ടക്സിൻ്റെ മസിൽസ് വേണം നമ്മൾ ഫീൽ ചെയ്യാൻ. ഇതേപോലെ ബാക്കോട്ടേക്ക് ആക്കിയിട്ട് ഒരു 5 സെക്കൻഡ് പിടിക്കുക. 1 2 3 4 5 റിലാക്സ്. അഗൈൻ 1 2 3 4 5 റിലാക്സ്. ഒന്നുകൂടെ 1 2 3 4 5 റിലാക്സ്. ഇതേപോലെ ഒരു 10 തവണ റൈറ്റും ലെഫ്റ്റും റിപ്പീറ്റ് ചെയ്യാം. 4ാമത്തെ എക്സസൈസിൽ ഇതുപോലെ ഒരു പടിമൽ കയറി നിൽക്കാം. ഇതുപോലെ സ്റ്റൂള് ഒന്നും യൂസ് ചെയ്യരുത്. വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതുമേൽ കയറി നിന്നാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ഇടത് കാല് നിങ്ങൾ സ്റ്റെയർ കേസിൽ വെച്ചിട്ട് വലത് കാല് നിങ്ങൾ തൂക്കിയിടുക. ഇതുപോലെ തൂക്കിയിടുക. കൈ അരക്കെട്ടിൻ്റെ അവിടെ വയ്ക്കുക. എന്നിട്ടൊന്ന് പൊക്കി കൊടുക്കുക. കാലെല്ലാം നമ്മൾ പൊക്കുന്നത് അരക്കെട്ടാണ് പൊക്കുന്നത്. ഓക്കെ, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. 2 3 4 റിലാക്സ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ ഇടതേ കാല് മുട്ട് മടങ്ങരുത്.
ഇടതേ മുട്ട് മടങ്ങാണ്ട് വേണം നമ്മൾ പൊക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഈ ഭാഗം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊക്കി കൊടുത്താൽ മതി. അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ, പക്ഷെ അത് കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ മതി, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് കിട്ടും. ഇത് രണ്ടും 10 വീതം ആയിട്ട് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എക്സസൈസ് ട്രൈ ചെയ്യുക. എന്നാൽ വേദന കൂടുതലോ പഹച്ചിലോ എരിച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്